നമസ്തേ. ബ്രാഹ്മണൻ ബ്രഹ്മാവിൻ്റെ മുഖത്തു നിന്നും, ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നും, വൈശ്യൻ തുടകളിൽ നിന്നും, ശൂദ്രൻ പാദങ്ങളിൽ നിന്നും ഉണ്ടായി എന്ന് ഒരു കഥ നാം കാലങ്ങളായി കേട്ടുപോന്നിട്ടുള്ളതാണ്. നമ്മുടെ പൂർവികരും ഇതേ കഥ തന്നെ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. ആചാര്യന്മാരായാലും ഗുരുക്കന്മാരായാലും എല്ലാവരും ഇതേ കഥ തന്നെ പറഞ്ഞ് ആരും പിന്നെ അതിനെ ചോദ്യം ചെയ്യാതെ അങ്ങനെ നീണ്ടു പോവുകയാണ്. എന്താണ് ഇത് എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? അത് ചോദിച്ചാൽ അവർ പറയും അത് പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അങ്ങനെ പുരുഷ സൂക്തത്തിൽ പറഞ്ഞിട്ടുണ്ടോ? അത് ആരെങ്കിലും പോയി നോക്കി പഠിച്ചിട്ടുണ്ടോ? ഈ പറയുന്നവരൊന്നും പ്രചരിപ്പിക്കുന്നവരൊന്നും അത് കണ്ടിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പുരുഷ സൂക്തത്തിൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. പുരുഷ സൂക്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഗ്വേദത്തിലെ ഒരു സൂക്തമാണ്. ഋഗ്വേദം ഇതുപോലുള്ള സൂക്തങ്ങളുടെ ഒരു സമാഹാരമാണ്. ആകെ 1028 സൂക്തങ്ങളാണ് അതിലുള്ളത്. ഓരോ സൂക്തത്തിലും പല എണ്ണം മന്ത്രങ്ങളുണ്ട്. ആകെയുള്ള മന്ത്രം ഋഗ്വേദത്തിൽ ആകെയുള്ള മന്ത്രം 10548 എണ്ണമാണ്. 1028 സൂക്തങ്ങൾ, 10548 മന്ത്രങ്ങൾ. ഇതാണ് ഋഗ്വേദത്തിലുള്ളത്. ഋഗ്വേദം ഞാൻ പറഞ്ഞ പോലെ സൂക്തങ്ങളുടെ ഒരു സമാഹാരം. ഋഗ്വേദം എന്ന് പറഞ്ഞാൽ ഋഗ്വേദ സംഹിത എന്നാണ് ഇതിന് പറയുന്നത്. ഈ മന്ത്രങ്ങൾ ഉൾപ്പെടെയുള്ള ഋഗ്വേദത്തിൻ്റെ ആദ്യ ഭാഗം അതിന് സംഹിത എന്നാണ് പറയുന്നത്. ഇതെല്ലാവർക്കും അറിയാമായിരിക്കും. രണ്ടാമതുള്ള ഭാഗം ബ്രാഹ്മണം, പിന്നെ മൂന്നാമത്തെ ആരണ്യകം, അവസാനത്തെ ഭാഗമാണ് ഉപനിഷത്തുകൾ. അത് വേദാന്തം എന്ന പേരിൽ അറിയപ്പെടും. തത്വപ്രധാനമായിട്ടുള്ള ഭാഗങ്ങൾ അതിലാണുള്ളത്. ഇനി ഈ സംഹിതയുടെ പൊതു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദേവന്മാരെ സ്തുതിക്കുക, ദേവന്മാരെ പ്രീണിപ്പിച്ച് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ നേടുക. ഇതാണ് സൂക്തങ്ങളുടെ ലക്ഷ്യം. പല ഋഷിമാർ പല കാലങ്ങളിലായിട്ട് ദർശിച്ചതാണ്. അവരാണ് അത് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അവർ ദ്രഷ്ടാക്കൾ, മന്ത്രദ്രഷ്ടാക്കൾ എന്നാണ് പറയുന്നത്. ഓരോ സൂക്തത്തിനും ഓരോ മന്ത്രദ്രഷ്ടാവുണ്ട്. അത് ഒരു ഋഷിയായിരിക്കും അത് എഴുതിയിട്ടുള്ളത്. അതിന് ഏതെങ്കിലും ഒരു ദേവതയ്ക്കായിരിക്കും അത് സമർപ്പിച്ചിട്ടുള്ളത്. ആ ദേവതയുടെ പേരെന്താണ്, ഏത് വൃത്തത്തിലാണ് അത് എഴുതിയിട്ടുള്ളത്, അനുഷ്ഠിപ്പ്, അങ്ങനെ ത്രിഷ്ടിപ്പ്, ഗായത്രി, അങ്ങനെയുള്ള ഒരുപാട് ഛന്ദസ്സുകൾ, വൃത്തങ്ങൾ ഉണ്ട് സംസ്കൃതത്തിൽ. അതെല്ലാം ഈ ഋഗ്വേദത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പല സൂക്തങ്ങളിലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ 1028 സൂക്തങ്ങൾ, 10548 മന്ത്രങ്ങൾ. ഓരോ സൂക്തത്തിലും 2 വരി പദ്യരൂപത്തിൽ എഴുതിയിട്ടുള്ളതാണ്. അതിന് മന്ത്രം എന്നാണ് നമ്മൾ പറയുന്നത്. ഇതിലൊരു ഒരു സൂക്തമാണ് പുരുഷ സൂക്തം. അതായത് ഈ ദേവ സ്തുതിപരമായിട്ടുള്ള ഈ മന്ത്രങ്ങളിൽ, ഈ സൂക്തങ്ങളിൽ അപൂർവം ചിലത് മാത്രമേ കുറച്ചൊക്കെ തത്വചിന്ത സ്വഭാവമുള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിലൊന്നാണ് ഈ പുരുഷ സൂക്തം. വേറൊന്നെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരെണ്ണമാണ് നാസദീയ സൂക്തം. ഇത് രണ്ടും 10ാം മണ്ഡലത്തിലാണ്. 10 മണ്ഡലങ്ങളായിട്ട് ഋഗ്വേദത്തെ തിരിച്ചിട്ടുണ്ട്. 10 മണ്ഡലങ്ങളിലായിട്ടാണ് ഈ 1028 സൂക്തങ്ങൾ വരുന്നത്, 10548 മന്ത്രങ്ങൾ വരുന്നത്. ഈ വേറൊരു വിഭജനങ്ങളുണ്ട്. ഇതിന് അഷ്ടകങ്ങളായിട്ട് വിഭജിക്കും. ഈ 8 അധ്യായങ്ങളായിട്ടൊക്കെ, അത് വേറൊരു വിഭജനമാണ്. നമുക്ക് എല്ലാം അങ്ങോട്ടൊന്നും പോകണ്ട. മണ്ഡലവും സൂക്തം, മന്ത്രം, ഇത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. അതിൽ 10ാം മണ്ഡലത്തിൽ, അതാണ് 10 മണ്ഡലങ്ങളാണുള്ളത്. അവസാനത്തെ മണ്ഡലമാണ് ഈ 10ാം മണ്ഡലം. അതിലെ 90ാം നമ്പർ, 90ാം സൂക്തമാണ് പുരുഷ സൂക്തം. 16 മന്ത്രങ്ങളാണ് ഇതിലുള്ളത്. വേറെ ചില ആളുകൾ ഈ പുരുഷ സൂക്തത്തെ പ്രത്യേകം എടുത്ത് പ്രചരിപ്പിക്കുന്നവർ ഇതിൽ കൂടി 20 മന്ത്രം വരെ പലരും അതിൽ ചേർത്തിട്ടുള്ളതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഋഗ്വേദം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഈ 16 മന്ത്രങ്ങളേ ഉള്ളൂ. 16 മന്ത്രങ്ങൾ ഉൾക്കൊള്ളിച്ച് പുരുഷ സൂക്തത്തെ കുറിച്ചാണ് ഞാനിവിടെ പറഞ്ഞത്. ആ പുരുഷ സൂക്തത്തിലാണ് ഈ ബ്രാഹ്മണൻ മുഖത്ത് നിന്നും, ബ്രഹ്മാവിൻ്റെ മുഖത്ത് നിന്നും, അതുപോലെ ക്ഷത്രിയൻ ബാഹുക്കളിൽ നിന്നും ഒക്കെ അങ്ങനെ ഉണ്ടായത് എന്ന് പറഞ്ഞിട്ടുള്ളത്.
ഈ പുരുഷ സൂക്തത്തിലാണെന്നാണ് ആളുകൾ പറയുന്നത്. പക്ഷേ പുരുഷ സൂക്തത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. അത് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. പുരുഷ സൂക്തത്തിൽ അങ്ങനെയല്ല പറഞ്ഞിട്ടുള്ളത്. പുരുഷ സൂക്തം ഈ ഉൽപ്പത്തിയെക്കുറിച്ച് പറയുന്ന ഒരു സൂക്തമാണ്. ഞാൻ പറഞ്ഞ പോലെ 16 മന്ത്രങ്ങളാണ് അതിലുള്ളത്. അതിൽ ഉൽപ്പത്തി ആദ്യം പുരുഷനെ അവതരിപ്പിക്കുന്നത്. ആരാണ് പുരുഷൻ? പുരുഷൻ ആത്മാവ് തന്നെ. അതായത് ഈ പ്രപഞ്ചത്തിൻ്റെ സത്വമായിട്ടുള്ള സാരമായിട്ടുള്ള എസൻസ് ആയിട്ടുള്ള ഒരു ശക്തി ഉണ്ടല്ലോ, ആ ശക്തിയാണ് ആത്മാവ്. ആ ആത്മാവ് തന്നെയാണ് പുരുഷനായിട്ട് മാറുന്നത്. എപ്പോൾ ആത്മാവിൽ അടങ്ങിയിട്ടുള്ള ഭൗതിക ശക്തിയെ ഉദ്ദീപിപ്പിക്കുമ്പോൾ. ഭൗതിക ശക്തി പൂജ്യമായിട്ടാണ്, പ്രകൃതി എന്നാണ് അതിന് പറയുന്നത്. തന്നിൽ അല്ലെങ്കിൽ ആത്മാവിൻ്റെ പലതായി പ്രകടമാകാനുള്ള ശക്തിയാണ് ഈ പ്രകൃതി എന്ന് പറയുന്നത്. ആ പ്രകൃതി സ്വാഭാവികമായിട്ട് ആത്മാവിൽ അടങ്ങിയിരിക്കുന്നത് ഇത് നിർജീവമാണ്. നിർജീവം എന്ന് പറഞ്ഞാൽ നിർവീര്യമായിട്ടാണ് അതിലടങ്ങിയത്. പൂജ്യം എനർജി ആയിട്ടാണ്, പൂജ്യം ഭൗതിക എനർജി ആയിട്ടാണ് ആത്മാവിൽ ഈ പ്രകൃതി അടങ്ങിയിട്ടുള്ളത്. നമുക്കറിയാം, ഇന്ന് ഭൗതിക ശാസ്ത്രം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ഭൗതിക ഊർജങ്ങളും പ്രപഞ്ചം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് ഭൗതിക ഊർജത്താലാണ്. ആ ഭൗതിക ഊർജത്തിൻ്റെ ആകെ അളവ് പൂജ്യമാണെന്ന് ഇന്ന് ശാസ്ത്രം തന്നെ സമ്മതിക്കുന്നുണ്ട്. അപ്പൊ ഈ പ്രകൃതി ആത്മാവിൽ അടങ്ങിയിരിക്കുകയാണ്. ഭഗവത്ഗീതയിലൊക്കെ പറയുന്നുണ്ട്, ആ പ്രകൃതിയെ ഉദ്ദീപിപ്പിച്ചിട്ടാണ്, പ്രകൃതി വഴിയാണ് സൃഷ്ടി നടത്തുന്നത്. അങ്ങനെ പ്രകൃതി വഴി സൃഷ്ടി നടത്താനായിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആത്മാവിനെയാണ് പുരുഷൻ എന്ന് പറയുന്നത്. അപ്പോഴും പുരുഷനോടൊപ്പം പ്രകൃതിയുമുണ്ടായി. പുരുഷ പ്രകൃതി ദ്വന്ദ്വം, അതാണ് ഈ ലോകത്തുണ്ടായിട്ടുള്ള, ഈ പ്രപഞ്ചത്തിലുണ്ടായിട്ടുള്ള ആദ്യത്തെ ദ്വന്ദ്വമാണ്. ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ കാര്യങ്ങളും, എല്ലാ പ്രതിഭാസങ്ങളും ദ്വന്ദ്വമായിട്ടാണ്, ഇരട്ടകളായിട്ടാണ് നമ്മൾ കാണുന്നത്. അത് നമുക്ക് ഒബ്സർവ് ചെയ്യാവുന്നതാണ്. ഒരു കുന്നുണ്ടെങ്കിൽ ഒരു കുഴി ഉണ്ടാവും, സുഖമുണ്ടെങ്കിൽ ദുഃഖമുണ്ടാകും, ഏതെങ്കിലും ഒന്നായിട്ട് കിട്ടത്തില്ല. നമ്മളത് തിരിച്ചറിയുന്നത് തന്നെ ഇത് ഇരട്ടിയായിട്ട് വരിക. അപ്പോഴാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ഒന്നായ നിന്നെ ഇഹ രണ്ടെന്ന് കണ്ടളവിൽ എന്നൊരു പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് ആ ഒന്നായിരിക്കുന്ന ആത്മാവ് രണ്ടായി മാറുന്നു, പ്രകൃതിയും പുരുഷനുമായിട്ട് മാറുന്നു. അതാണ് പുരുഷൻ. ഇപ്പൊ പുരുഷനെ കുറിച്ച് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ആ പുരുഷൻ എങ്ങനെ പ്രപഞ്ച സൃഷ്ടി നടത്തി, ആ പുരുഷൻ എങ്ങനെയുള്ള ആളാണ്, പ്രപഞ്ചത്തിൽ അദ്ദേഹം എങ്ങനെയാണ് നിലനിൽക്കുന്നത് എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് ഈ പുരുഷ സൂക്തം ആരംഭിക്കുന്നത്. എണ്ണമറ്റ ശിരസ്സുകളും എണ്ണമറ്റ കണ്ണുകളും എണ്ണമറ്റ കൈകളും കാലുകളും ഒക്കെ ആയിട്ടാണ് പുരുഷൻ ഈ പ്രപഞ്ചത്തിൽ സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഈ പ്രപഞ്ചം തന്നെ അദ്ദേഹത്തിൻ്റെ ശരീരമാണ് എന്നുള്ളതാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. സഹസ്രശീർഷ പുരുഷ സഹസ്രാക്ഷക സഹസ്രപാദ് സ ഭൂമിം വിശ്വതോ വൃത്വ അത്യധിഷ്ഠ ദശാങ്കുലം. ഭൂമിയെ അത് ആവരണം ചെയ്തിട്ട്, അത് ഭൂമി കവിഞ്ഞു നിൽക്കുകയാണത്. ഭൂമിയിൽ ഉള്ളിലല്ല, ഭൂമിയും കവിഞ്ഞു നിൽക്കുന്ന ഒരു മഹാശക്തിയാണത്. ദശാങ്കുലം, 10 അങ്കുലം ഇത് പീണ്ടിക്കിടക്കുന്നു. 10 അങ്കുലം എന്ന് പറഞ്ഞാൽ എന്നിട്ടും ഇതൊരു അകലത്തെ കുറിക്കുന്നുള്ളതല്ലോ, എന്നിട്ടും കവിഞ്ഞു നിൽക്കുന്നു. അത് ഭൂമിക്ക് അതീതമാണ് എന്ന് കാണിക്കാൻ വേണ്ടിയാണ് അത് എഴുതിയിട്ടുള്ളത്. ആ അവസ്ഥയിലാണ് നിൽക്കുന്നത്. ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും അതായത് ചൈതന്യ അംശം എന്ന് പറയുന്നത് പുരുഷൻ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞ് ഈ പുരുഷൻ ആദ്യം ചെയ്യുന്നത് എന്താണ്? വിരാടിനെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. വിരാട് എന്ന് പറഞ്ഞാൽ പ്രജാപതി എന്ന് നമ്മൾ പറയുന്നത്, അത് ബ്രഹ്മാവ് എന്ന് വേണമെങ്കിൽ പറയാം, ബ്രഹ്മാവ് തന്നെയാണ്. ബ്രഹ്മാവിനെ സൃഷ്ടി നടത്തുകയാണ്. സൃഷ്ടി നടത്താനായിട്ട് എന്നിട്ട് ബ്രഹ്മാവ് ഈ പുരുഷന്റെ ചൈതന്യത്തെ അഗ്നിയായി കണ്ടുകൊണ്ട് യജ്ഞം ചെയ്യുന്നു. ആ യജ്ഞത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചത്തിലെ ജീവികളെല്ലാം ഉണ്ടാകുന്നത്. അത് ഇതിനകത്ത് പറയുന്നുണ്ട്. തസ്മാത് വിരാള ജായത വിരാജോ അധിപുരുഷക യത് പുരുഷേണ ഹവിഷാ ദേവ യജ്ഞമതന്വത വസന്തോസ്യ. അതായത് ഈ ജീവികളെ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഈ വിരാട് ചെയ്തതെന്താണ്? ബ്രഹ്മാവ് ചെയ്തതാണ്, അല്ല പ്രജാപതി ചെയ്തതെന്താണ്? ഈ ഋതുക്കളെ, വസന്തം, ഗ്രീഷ്മം, അതുപോലെ തന്നെ ശരത്ത് തുടങ്ങിയ
ഋതുക്കളെ ഇന്ധനമാക്കിക്കൊണ്ടാണ് ഇത് വസന്തം ആജ്യമാക്കി, നെയ്യാക്കി, ഗ്രീഷ്മത്തെ വിറകാക്കി, അതൊരു ശരദിനെ ഹവിസാക്കി. അങ്ങനെയാണ് ഈ പുരുഷ ചൈതന്യത്തെ ആസ്പദമാക്കിയുള്ള യജ്ഞം വിരാട് ചെയ്തത്. അതിൽ നിന്നാണ് ഈ ആ ഹോമം ഇങ്ങനെ നടക്കുമ്പോഴാണ് അതിൽ നിന്ന് ഈ ദേവന്മാരും സാധ്യന്മാരും ഋഷിമാരും ഒക്കെ ഉണ്ടാകുന്നത്. എന്ന് വെച്ചാൽ ദേവഋഷിമാർ ഇവിടെ ഭൂമിയിലുള്ള ആളുകളല്ല, ദേവന്മാര്, അതായത് ഉയർന്ന സ്വർഗത്തിലുള്ള ദേവലോകത്തുള്ള നിത്യ ജീവനുള്ള ശക്തികൾ ഉണ്ടാകുന്ന ദേവന്മാര് സാധ്യന്മാര് അതിലൊരാളാണ്. പിന്നെ ദേവർഷിമാര് അവരെല്ലാവരും ഉണ്ടാകുന്നു. അതാണ് ഇതിനകത്ത് പറഞ്ഞത്, ആദ്യം ഉണ്ടാകുന്ന അവരാണ്. പിന്നെ ഈ യജ്ഞം അവരെല്ലാവരും കൂടാണ് പിന്നെ ചെയ്യുന്നത്. എന്നിട്ട് എന്താ പറ്റുന്നത്, ഈ മൃഗങ്ങള്, വായുവിൽ, അതായത് പക്ഷികൾ, വായുവിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങള്, പിന്നെ ഗ്രാമത്തിലുള്ള, അതായത് ഭൂമിയിൽ സഞ്ചരിക്കുന്ന മൃഗങ്ങൾ, ഇതെല്ലാം ഉണ്ടാകുന്നു. പിന്നെ അതുപോലെ തന്നെ ഋക് സാമ യജുർവേദങ്ങൾ ഉണ്ടാകുന്നു. അഥർവവേദം അക്കാലത്തില്ല എന്ന് പറയണം. അഥർവവേദം പിന്നീടുണ്ടായതാണെന്നാണ് പരിഗണിക്കപ്പെടുന്നത്. അപ്പം സാമവേദം, ഛന്ദസ്സുകൾ ഉണ്ടാകുന്നു. ഛന്ദസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, തൃഷ്ടിപ്പ്, അനുഷ്ടിപ്പ്, ഗായത്രി തുടങ്ങിയ വൃത്തങ്ങളാണ്, സംസ്കൃത വൃത്തങ്ങളാണ് ഛന്ദസ്സുകൾ. താളം, അതാണ് അശ്വങ്ങളുണ്ടായി, അതുപോലെ തന്നെ ആടുവർഗങ്ങളുണ്ടായി, അങ്ങനെ മൃഗങ്ങളെല്ലാം ഉണ്ടായതായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് ഒരു ഇതാണ്, മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ എങ്ങനെയൊക്കെയാണ് അയാളുടെ ശരീരം കൽപ്പിക്കപ്പെട്ടത് എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് അതിനുള്ള ഉത്തരമാണ് പറയുന്നത്. അത് 11ാമത്തെ മന്ത്രമാണ്. 16 മന്ത്രങ്ങളാണ് പുരുഷ സൂക്തത്തിലുള്ളത്. അതിൽ 11ാമത്തെ മന്ത്രമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. അതായത് പുരുഷനെ സൃഷ്ടിക്കുന്ന കാര്യം പറയുകയാണ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സൃഷ്ടിക്കുന്ന കാര്യം പറയാണ്. ഞാൻ നേരത്തെ പറഞ്ഞാൽ പുരുഷ പ്രകൃതി ദ്വന്ദ്വത്തിലെ പുരുഷനല്ല, ആത്മാവ് തന്നെയാണ്. അത് സൃഷ്ടിക്കേണ്ട കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ അത് നിത്യമാണ്, സനാതനമായിട്ടുള്ള ചൈതന്യമാണ്, ഈ പ്രപഞ്ച സാരമാണ്. യത് പുരുഷം വ്യദധു കതിഥാ വ്യകൽപ്പയൻ. പുരുഷനെ നൽകിയപ്പോൾ, പുരുഷനെ പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ, ഉണ്ടാക്കിയപ്പോൾ എങ്ങനെയൊക്കെയാണ്, എത്രയായിട്ടാണ് അതിനെ കൽപ്പിച്ചത്, എത്ര ഭാഗങ്ങളായിട്ടാണ് കൽപ്പിച്ചത്. എന്നിട്ട് കുറച്ചുകൂടി വിശദമായിട്ട് ചോദിക്കുന്നു, മുഖം കിം അസ്യ, അതിൻ്റെ മുഖം എന്തായിരുന്നു, കൗ ബാഹു, ഈ 2 കൈകൾ എന്തായിരുന്നു, കാ ഊരു, തുടകൾ എന്തായിരുന്നു, പിന്നെ പാദം അതെന്തായിരുന്നു, അതിനെയൊക്കെ എന്താണ് വിളിക്കുന്നത്. ആ പുരുഷന്റെ, അതായത് മനുഷ്യനാണ്, മനുഷ്യൻ അല്ലെങ്കിൽ മനുഷ്യകുലത്തെ മൊത്തം നമുക്കെടുക്കുക. ഒരു മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവനെ ഏതെല്ലാം ഭാഗങ്ങളായിട്ട് വിഭജിച്ചു, എങ്ങനെയാണ് അവന്റെ ഓരോ ഭാഗവും കൽപ്പിക്കപ്പെട്ടത്, അതാണ് ചോദ്യം. ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് പറയുന്നത്, ബ്രാഹ്മണോ അസ്യ മുഖമാസീത്. ബ്രാഹ്മണൻ അയാളുടെ മുഖമായിരുന്നു, അത് മനുഷ്യന്റെ മുഖമായിരുന്നു. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും പ്രതിനിധാനം ചെയ്യുന്നു, അല്ലെങ്കിൽ മനുഷ്യകുലത്തെ പ്രതിനിധാനം ചെയ്യുന്നു. ആ രീതിയിൽ വേണം നമ്മൾ അതിനെ കാണാൻ. ബ്രാഹ്മണോ അസ്യ മുഖമാസീത്. മുഖം, അതായത് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖം എന്നും അർത്ഥമുണ്ട്, വായെന്നും അർത്ഥമുണ്ട്. ഈ സംസ്കൃതത്തിൽ മുഖം എന്ന വാക്കിന്. ബ്രാഹ്മണോ അസ്യ മുഖമാസീത്. ബ്രാഹ്മണൻ അവന്റെ മുഖമായിരുന്നു, മുഖം ആയിരുന്നു എന്നാണ് പറയുന്നത്. അല്ലാതെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി എന്നല്ല. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ കാര്യം ഞാൻ ഒരു സംസ്കൃതത്തിൽ PhD എടുത്ത ഒരാൾ, അദ്ദേഹവുമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ സംസാരിച്ചു. അദ്ദേഹം പറയുന്നത് പറഞ്ഞാൽ ബ്രാഹ്മണൻ അങ്ങനെ, അതായത് ഇതിനെയൊക്കെ എതിർക്കുന്ന ആളാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, PhD ഉള്ള ആളാണ്, ശ്രീനാരായണ ഗുരുവിന്റെ അതായത് ബ്രഹ്മസൂത്രം, അത് എങ്ങനെ പഴയ ബ്രഹ്മസൂത്രവുമായിട്ട് വ്യത്യസ്തമായിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് റിസർച്ച് നടത്തി അതിൽ PhD കിട്ടിയ ആളാണ് ആദിശങ്കര യൂണിവേഴ്സിറ്റിയിൽ നിന്ന്. അദ്ദേഹം സംസ്കൃത പണ്ഡിതനാണെന്ന് ഓർക്കണം. അദ്ദേഹം അറിയാണ്, അത് ബ്രാഹ്മണോ അസ്യ മുഖമാസ, അത് ബ്രാഹ്മണൻ മുഖത്തിൽ നിന്നുണ്ടായതല്ലേ. ആരുടെ മുഖത്ത് നിന്നാണ്, ആരുടെ മുഖത്ത് നിന്നുള്ളതാണ്. അപ്പൊ ഞാൻ ചോദിച്ചാൽ അതെങ്ങനെ വരും, നിങ്ങൾക്ക് സംസ്കൃതമൊക്കെ ഇത്രയും പഠിച്ച ആളല്ലേ, നിങ്ങൾക്ക് ഈ ബ്രാഹ്മണോ അസ്യ മുഖമാസീത് എന്നുള്ള സിമ്പിൾ സംസ്കൃത വാക്യത്തിന്റെ അർത്ഥം പറയാൻ പറ്റുന്നില്ലേ?
അത് ഒരു സായണാചാര്യൻ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, മറ്റാണ് മറിച്ചെന്നൊക്കെ പറയും. സായണാചാര്യൻ പറഞ്ഞതാണ് ഇപ്പോഴും അവരൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് ഈ സൂക്തം വായിച്ചു നോക്കുന്നില്ല. എന്തൊരു ദയനീയ അവസ്ഥയാണെന്ന് ആലോചിച്ചോണോ. പണ്ടെങ്ങാണ്ട് ഒരു ആചാര്യൻ പറഞ്ഞ മണ്ടത്തരം ഇവർ ആവർത്തിച്ചുകൊണ്ട് നടക്കുന്നു. കുമാരനാശൻ പാടി എത്ര ശരിയാണെന്ന് ആലോചിച്ച് നോക്കണം. ഇന്നലെ ചെയ്തൊരു അബദ്ധം ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രവും അതാകാം എന്നല്ലേ ഈ കുമാരനാശാൻ. എത്ര സത്യമായിട്ടുള്ള നിരീക്ഷണമാണ്, എത്ര ക്രാന്തദർശിയാണ് കുമാരനാശാൻ എന്ന് നമ്മൾ അതിശയിക്കണം, അതിശയിച്ച് പോകും. അതാണ് ഇവിടെ അദ്ദേഹം ഇതിൻ്റെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംസ്കൃത വാക്യമാണ്. ബ്രാഹ്മണോ അസ്യ മുഖമാസീത്. ബ്രാഹ്മണം അവന്റെ മുഖമായിരുന്നു. ആരുടെ മുഖം? മനുഷ്യന്റെ. മനുഷ്യന്റെ സിറ്റിസെൽഫ് എത്രയായിട്ട് വായിക്കപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ മനുഷ്യകുലത്തിന്റെ മുഖമാണ് ബ്രാഹ്മണൻ. മുഖത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടുന്നാണ് ഈ ഒരു സംസാരം വരുന്നത്, ഭാഷ വരുന്നത്, അറിവ് വരുന്നത്. അറിവ് പങ്കിടുന്ന ഉപകരണമല്ലേ വായ്. അപ്പൊ അറിവ് കൊടുക്കുന്നവനായിരിക്കണം ബ്രാഹ്മണൻ. അങ്ങനെയുള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത്, അല്ലാത്തവനല്ല ബ്രാഹ്മണൻ. മണ്ടന്മാരെ ബ്രാഹ്മണൻ എന്ന് വിളിക്കത്തില്ല, ബുദ്ധി ഇല്ലാത്തവനെയും വിളിക്കത്തില്ല, ചിന്തിക്കാൻ അറിഞ്ഞുകൂടാത്തവനെയൊന്നും അങ്ങനെ വിളിക്കാൻ പാടില്ല. ബ്രാഹ്മണോ അസ്യ മുഖമാസീത് ബാഹു രാജന്യകൃത. ബാഹുക്കൾ ക്ഷത്രിയന്മാർക്കായിട്ട് ക്ഷത്രിയരായി തീർന്നു. ബാഹുക്കൾ ക്ഷത്രിയരായി തീർന്നു. ഊരു തദസ്യ യത് വൈശ്യക. അവന്റെ ഊരുക്കൾ, തുടകൾ വൈശ്യരായി തീർന്നു. പദ്ഭ്യാം ശൂദ്രു അജായത. പാദങ്ങളിൽ നിന്ന് ശൂദ്രൻ ഉണ്ടായി എന്നാണ് ഇവർ വാദിക്കുന്നത്. വേണമെങ്കിൽ പദ്ഭ്യാം എന്നുള്ള പ്രയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു തരത്തിലെടുക്കാം. പാദങ്ങൾക്കായി, പാദങ്ങളിൽ നിന്ന്. ഇത് രണ്ടും സംസ്കൃതത്തിലെ വിഭക്തി പ്രത്യയം അനുസരിച്ച് രണ്ടും അതിൽ പറയാം. പക്ഷെ നമ്മളിവിടെ ചോദ്യത്തിനുത്തരം പറയണ്ടേ. പാദങ്ങൾ എന്തായിട്ട് മാറി? പാദങ്ങളെ ആർക്കായിട്ട് നിശ്ചയിക്കപ്പെട്ടു? അതല്ലേ പറയേണ്ടത്. എന്തായി നിശ്ചയിക്കപ്പെട്ടു? അതാണ് ചോദ്യം. അപ്പൊ അതല്ലേ നമ്മൾ പറയേണ്ടത്. അപ്പൊ പദ്ഭ്യാം ശൂദ്രോ അജായത. അജായത, ജായത എന്ന് പറഞ്ഞാൽ ജായതി, ജായത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡെസ്റ്റൈൻ ടു ബികം എന്നാണ് ഇംഗ്ലീഷ് അർത്ഥം കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇവിടെ സന്ദർഭം അനുസരിച്ച് ആ അർത്ഥമാണ് ചേരുന്നത്. സന്ദർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായി നിശ്ചയിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തായി നിശ്ചയിക്കപ്പെട്ടു, ഏതായി നിശ്ചയിക്കപ്പെട്ടു എന്നുള്ളതാണ്. എങ്ങനെയൊക്കെ വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പം അല്ലാതെ ആരുണ്ടായി എന്നുള്ളതല്ല ചോദിച്ചിരിക്കുന്നത്. പാദത്തിൽ നിന്ന് ആരുണ്ടായി എന്നുള്ളതല്ല ചോദ്യം. പാദം ആർക്കായി നിശ്ചയിക്കപ്പെട്ടു, അല്ലെങ്കിൽ ആരായി നിശ്ചയിക്കപ്പെട്ടു? ശൂദ്രനായി നിശ്ചയിക്കപ്പെട്ടു. ശൂദ്രനാണ് പാദം. അപ്പൊ ഈ മനുഷ്യന്റെ പാദം ശൂദ്രനാണ്, തുടകൾ വൈശ്യനാണ്, ബാഹുക്കൾ ക്ഷത്രിയനാണ്, വായ് അത് ബ്രാഹ്മണനാണ്. എന്താണ് ഈ മനുഷ്യ എന്ന് പറഞ്ഞാൽ? മനുഷ്യകുലം. മനുഷ്യകുലത്തിന്റെ വായാണ് ബ്രാഹ്മണൻ, ബാഹുക്കളാണ്, അത് രക്ഷിക്കുന്നവനാണ്, അതാണ് ക്ഷത്രിയൻ. വൈശ്യനും ശൂദ്രനും അവൻ കാലുകളാണ്, തുടകളും പാദങ്ങളുമാണ്. തുടകളും പാദങ്ങളും മോശ അവയവങ്ങളാണോ? ഈ പാദം ഇല്ലെങ്കിൽ തന്നെ ഒരു അവസ്ഥ ആലോചിച്ച് നോക്കിയേ. പാദം ഇപ്പൊ ഒരു ഡയബറ്റീസ് വന്ന് പാദം മുറിച്ചു കളഞ്ഞാലുള്ള ഒരു അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കുന്നതാണ് പാദങ്ങൾ. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണമെങ്കിൽ പാദങ്ങൾ വേണം. അത് അതിന്റെ പ്രാധാന്യം നമ്മൾ കണ്ടു മനസ്സിലാക്കണം, ചിന്തിച്ച് മനസ്സിലാക്കണം. അതുപോലെ തുടകള്, ഇത് ഈ എന്ന് പറഞ്ഞാൽ മനുഷ്യകുലത്തെ കൊണ്ട് നടക്കുന്നത് വൈശ്യരും ശൂദ്രരുമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? വൈശ്യരും ശൂദ്രരുമാണ് മനുഷ്യകുലത്തെ കൊണ്ട് നടക്കുന്നത്. അല്ലാതെ അവർക്ക് വേണ്ട ഉപദേശങ്ങൾ നൽകുന്നവനാണ് ബ്രാഹ്മണൻ. ഓക്കെ, അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട്. അറിവാണ്, അറിവുള്ളവനാണ് ബ്രാഹ്മണൻ, അല്ലാത്തവൻ ബ്രാഹ്മണൻ. പിന്നെ മനുഷ്യസമൂഹത്തെ രക്ഷിക്കുന്ന അവനും വേണം. പക്ഷെ ഇതിന്റെ എല്ലാം ചെലവ് വഹിക്കുന്നവരാണ് അത് ഈ വൈശ്യരും ശൂദ്രരുമാണ്. അത് അവരാണ് കൊണ്ടു നടക്കുന്നത്. നമ്മൾ കാലല്ലേ നമ്മളെ കൊണ്ടു നടക്കുന്നത്. അതില്ലെങ്കിൽ നമ്മൾ വീണു പോവില്ലേ, കിടപ്പായി പോവും. മനുഷ്യകുലം ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഇത് തന്നെയാണ്, ഇതേ കാര്യം തന്നെയാണ് ബൃഹദാരണ്യ ഉപനിഷത്തിൽ. അത് ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ തത്വപ്രധാനമായ ഭാഗങ്ങളാണ്, വേദത്തിലെ തത്വപ്രധാനമായ വേദാന്ത ഭാഗങ്ങളാണ്.
ആ ഭാഗത്ത് പറയുന്നതും ബൃഹദാരണ്യോപനിഷത്തിൽ പറയുന്ന ഇതേ കാര്യം തന്നെയാണ്. ഇതിന്റെ ഒരു പരിഷ്കൃത രൂപമാണ് അതിനകത്ത് പറയുന്നത്. 1:4:11 മുതൽ 1:4:15 വരെയുള്ള വാക്യങ്ങളിലാണ് ഇത് പറയുന്നത്. അപ്പൊ നമ്മൾ അത് പറയുന്നത് ഇതിൽ നിന്ന് ഉണ്ടായി എന്നല്ല, അത് നമ്മളെ കള്ളം പറഞ്ഞ് അടിച്ചമർത്താൻ വേണ്ടി നോക്കിയവർ ആയിരിക്കണം പണ്ടുള്ളവര്. ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് സായണാചാര്യനൊക്കെ. ഇനി വേറൊരു കാര്യം, ഈ കാലിൽ നിന്നും കയ്യിൽ നിന്നും ഇതൊക്കെ ഉണ്ടായത് ആരൊക്കെയാണെന്ന്, അത് ആ പുരുഷന്റെ മനസ്സിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായത്. ഇപ്പോഴും ചന്ദ്രനാണ് മനസ്സിന്റെ ബിംബമായിട്ട് ഈ ഇവരൊക്കെ ജ്യോതിഷക്കാരൊക്കെ കണക്കാക്കുന്നത്. കണ്ണുകളിൽ നിന്ന് സൂര്യനും, മുഖത്തിൽ നിന്ന് ഇന്ദ്രനും അഗ്നിയും, പ്രാണനിൽ നിന്ന് ഈ പുരുഷൻ ഏതാണ്? ആദിമ പുരുഷൻ, ആത്മാവിന്റെ പുരുഷനായി മാറിയപ്പോഴുള്ള അവസ്ഥയാണ്. പുരുഷ പ്രകൃതി ദ്വന്ദ്വത്തിലെ പുരുഷന്റെ പ്രാണനാണ് വായുവായി മാറിയത്. അപ്പൊ ഓരോ ഭാഗങ്ങളിൽ നിന്ന് ഓരോന്നുണ്ടായി വരുന്നത് ആലോചിച്ച് നോക്കണം. നാഭിയിൽ നിന്ന് അന്തരീക്ഷമുണ്ടായി. ശീർഷ്ണോ ദ്യൗ, ശീർഷം എന്ന് പറഞ്ഞാൽ ശിരസിൽ നിന്ന്, മുകളിൽ നിന്നാണ് സ്വർഗമുണ്ടായത്. പിന്നെ പദ്ഭ്യാം, അവിടെ പറയുന്നു പാദങ്ങളിൽ നിന്ന് ഭൂമിയാണ് ഉണ്ടായത്. അല്ല ശൂദ്രൻ പാദങ്ങളിൽ നിന്നുണ്ടായെന്നല്ല. ഇവിടെ 11ഉം 12ഉം മന്ത്രങ്ങൾ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇപ്പം പറയുന്നത് 13ഉം 14ഉം മന്ത്രങ്ങൾ. പാദങ്ങളിൽ നിന്നുണ്ടായത് എന്താണ്? ഭൂമി. ഈ പുരുഷന്റെ പാദങ്ങളിൽ നിന്നുണ്ടായത്, ആദി പുരുഷന്റെ പാദങ്ങളിൽ നിന്നുണ്ടായത് ഭൂമിയാണ്. പിന്നെ ശ്രോത്രങ്ങളിൽ നിന്ന് ദിശയുണ്ടായി. ഇതൊക്കെ ഇങ്ങനെയാണ് ലോകത്തെ കൽപ്പിച്ചത് എന്ന് പറഞ്ഞാണ് ഈ കൽപ്പനകള് 14ആം മന്ത്രത്തിൽ അവസാനിപ്പിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബ്രാഹ്മണൻ മുഖത്ത് നിന്ന്, ബ്രഹ്മാവ് ഇവിടെങ്ങും വരുന്നതില്ല, ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്നുണ്ടായി. അതുപോലെ തന്നെ ബ്രഹ്മാവിന്റെ പാദങ്ങളിൽ നിന്ന് ശൂദ്രനുണ്ടായി. ഈ തരത്തിലുള്ള കഥകൾ കള്ളമാണ്, നിങ്ങൾ വിശ്വസിക്കരുത്. ഇതാണ് എനിക്ക് ഇവിടെ പറയാനുള്ളത്. നന്ദി, നമസ്കാരം.